ചെറിയൊരു കുഞ്ഞു കടയിൽ നാടൻ രൂപം കിടന്നു. നാടൻ രൂപത്തിൽ നമുക്ക് എല്ലാം ഉണ്ട് ഇവിടെ. ഒരു കുഞ്ഞു കടയാണ്. നല്ല മഴ ആയതുകൊണ്ട് നല്ല സൗണ്ട് വെളിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും സൂപ്പ്, ഇപ്പൊ ഞാൻ സൂപ്പാണ് 40 രൂപയുടെ. ഈ സൂപ്പിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. മൺചട്ടിലാണ് ഇതിന്റെ റേറ്റ്. ഇതിന്റെ ക്വാളിറ്റി എല്ലാം പക്കയാണ്. നോക്കിയാലേ എന്താ എല്ലാം പീസും നല്ല കുറുകുറുത്ത കറി. ഇതാണ് 40 രൂപ വെറുതെ കിട്ടുന്നില്ല. ചിക്കന് നല്ല വിലയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്, ബീഫ് പെരട്ട് ഉണ്ട്, വാങ്കോഴി പെരട്ട് ഉണ്ട്, നാടൻ കോഴി പെരട്ട്, നാടൻ കോഴി തോരൻ, പിന്നെ തലക്കറി 100 രൂപ റേറ്റ് ഉള്ളു കേട്ടോ. ഇതെല്ലാം റേറ്റ് കുറവാണ്. നാടൻ കോഴി പെരട്ടിന് 140 രൂപയുള്ളൂ 1/4 കിലോയ്ക്ക്. വാങ്കോഴി പെരട്ടിനും 150 ആ റേറ്റ് പറഞ്ഞുള്ളൂ. പിന്നെ ബീഫ് പെരട്ട് 90 രൂപ റേറ്റ് കേട്ടോ. മീന് 30 രൂപ റേറ്റ് പറഞ്ഞുള്ളൂ. പിന്നെ ഊണുണ്ട് ഇവിടെ. കപ്പയ്ക്ക് 40 രൂപ, ഊണ് ഒരു 60 രൂപ റേറ്റ് വരുള്ളൂ. ഇതെല്ലാം കഴിക്കണം, ടേസ്റ്റ് നോക്കണം. ഞാൻ ബാക്കി നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, ഇതെല്ലാം മായമില്ലാത്ത നാട്ടിലെ ആഹാരം കിട്ടുന്ന കടകളാണ്. കുഞ്ഞു കുഞ്ഞു കടകളാണ്. വലിയ സെറ്റപ്പൊന്നുമല്ല, അത് ചെറിയൊരു കടകളാണ്. നിങ്ങൾ വലിയ വലിയ ആംബിയൻ്റ് പരീക്ഷിച്ചൊന്നും പോകണ്ട, പക്ഷെ നല്ല ഫുഡ് കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ഷീറ്റിട്ട റോഡ് സൈഡിലുള്ള ഒരു ചെറിയ ഒരു കട, പക്ഷെ അടിപൊളി. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് സൂപ്പായിരുന്നു കേട്ടോ. ഈ സൂപ്പിന് 40 രൂപ റേറ്റ് പറഞ്ഞുള്ളൂ. ഒരു ചട്ടിയിൽ ഇങ്ങനെ തരും. ചൂട് നല്ല നാവി പറക്കുന്ന സാധനം. അതിൽ കൂടെ എല്ലാ പീസെല്ലാം ഉണ്ട്. മല്ലിയിലയും കുരുമുളകും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം ആയിട്ടുള്ള വെടിക്കെട്ട് സാധനം. ഈ റേറ്റിന് ഒരിടത്തും കിട്ടില്ല ഇങ്ങനെ സൂപ്പ്. അത് അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആ സൂപ്പിന് അത്ര ടേസ്റ്റും ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫുഡ് ടൈം വേണ്ടി ഞാൻ ഫസ്റ്റ് കപ്പയും നാടൻ കോഴി പേട്ടാണ് എടുത്തത്. കുറച്ച് എല്ലൊക്കെ ഉണ്ട്, കാരണം നാടൻ കോഴിയിൽ എല്ലാണ് കൂടുതൽ. അത് കട്ടിയുള്ള എല്ലായിരിക്കുമല്ലോ. അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു. അടിപൊളി. 140 രൂപയ്ക്ക് 1/4 കിലോ എന്താ ചെറുതായി കുറച്ചുണ്ട്. ബാക്കിയെല്ലാം കുറച്ച് എല്ലൊക്കെയാണ്. പക്ഷെ നല്ല ആ മസാലയൊക്കെ സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ വാങ്കോഴിയും ഒരു പൊളി സാധനം തന്നെ കേട്ടോ. അത് ലെവൽ വേറെ തന്നെയായിരുന്നു, സൂപ്പറായിരുന്നു. ശിവയാണ് എൻ്റെ കൂടെ വന്നത്. ശിവയാണ് ഈ കട എനിക്ക് വഴി കൊണ്ട് കാണിച്ചിരുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കടയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കട അറിയത്തില്ലായിരുന്നു. ശിവയെ വിളിച്ചു. ശിവ അവിടെ കൊണ്ട് അങ്ങോട്ട് കാണിച്ചതും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു അവിടെ കിട്ടിയതെല്ലാം. അടിപൊളി സംഭവം തന്നെയായിരുന്നു. ഇത് നാടൻ കോഴി വാങ്കോഴിയും എല്ലാം കിട്ടുന്ന ഈ കട വേറെ ലെവൽ സംഭവമായിരുന്നു. ബാക്കി സംഭവം ഞാൻ ട്രൈ ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ എനിക്ക് വയറ് ഫുള്ളായിപ്പോയി. ഇതെല്ലാം സൂപ്പെല്ലാം കുടിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. പിന്നെ ബാക്കിയെല്ലാം കഴിച്ച് അവിടെ നിന്നും ബൈ പറഞ്ഞ് ഇറങ്ങാണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം കൂടെ വന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ അടുത്തുള്ള ഒരു ഹായ് എല്ലാം പറഞ്ഞ് ഫുഡൊക്കെ ചോദിച്ചു. അടിപൊളി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ സന്തോഷം. ചെറിയ കൊച്ചു കടയാണെങ്കിലും ബാക്കി അതിലുണ്ടായിരുന്ന സൂപ്പ് കൂടെ ഒന്ന് കുടിച്ച ശേഷം ആ ക്ഷീണമൊന്ന് മാറി. പിന്നെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല നമുക്ക് ചെറിയ സ്പോട്ടുകൾ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പറയുക, ഒരു മെസ്സേജ് ഇടുക. ഇത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകുളം നമ്മൾ ഓലത്താന്നി പോകുന്ന റോഡിൽ മരപ്പാലം എന്ന ജംഗ്ഷനുണ്ട്. മരപ്പാലം ചെറിയ ജംഗ്ഷനാണ്. അതിൻ്റെ പമ്പിന് മുമ്പായിട്ട് സത്യ ഫാസ്റ്റ് ഫുഡ് ആൻഡ് കേറ്ററിംഗ് ആണ്. മായമില്ലാത്ത നല്ല ഫുഡ് കഴിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.